വളരെ ഭീകരമായ ഒരു വർഷമായിരുന്നു. Last year was a dreadful year for me. 2012 അങ്ങോട്ട് ആരംഭിച്ചപ്പോൾ വളരെ സന്തോഷമായിട്ടൊക്കെ കാര്യങ്ങൾ പോയി. 2012 started very happily. എന്നാൽ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയംകാരനാണ്, കോട്ടയത്ത് താമസിക്കുന്നത്. എൻ്റെ വീടൊന്ന് തിരുവല്ലായിലേക്ക് മാറേണ്ട വന്നു. After 2 months I had shifted my house from Kottayam to Tiruvalla. അവിടെ പോയി എൻ്റെ ജീവിതമൊക്കെ ഒന്ന് ക്രമീകരിച്ച് വരുന്ന സമയത്ത് ജൂൺ മാസമായപ്പോഴത്തേക്കിന് It was June and I was just settled down in Tiruvalla. കോട്ടയത്താണ് ഞാൻ ആരാധനയ്ക്ക് വരുന്നത്. I worship in Kottayam. അപ്പോൾ ഞാൻ വരുമ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും കാത്തലിക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ എൻ്റെ അമ്മയെ കാണാൻ, അമ്മ എൻ്റെ അനിയന് അവരായി ഒരു തറവാട്ടിൽ താമസിക്കുന്നു, അവിടെ പോകും. After the worship, all my relatives are still Catholics, so I go to my family home where I can visit my mother and my brother. ആ ആഴ്ചയിൽ ഞാൻ പോയില്ല. ഞാൻ തിരിച്ച് പെട്ടെന്ന് തിരുവല്ലയ്ക്ക് വരേണ്ട വന്നു. For some reason I couldn't visit my mother and brother that day after worship, so I just returned back to Tiruvalla. എൻ്റെ അനിയനോട് പറഞ്ഞു, നാളെ നമുക്ക് കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞേച്ച് ഞാൻ വന്നു. I told my brother, tomorrow we will meet and speak. അവൻ നല്ലൊരു മ്യൂസിഷ്യനാണ്, കാത്തലിക് ചർച്ചിൻ്റെ ലിറ്റർജിയുടെ പാട്ടൊക്കെ ചെയ്യുന്ന നല്ലൊരു മ്യൂസിഷ്യനാണ്. He's a great musician who does work on the liturgy of Catholic Church. ഒരുപാട് 500 പിള്ളേരോളം അവൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ട്. He was teaching around 500 kids at the time. ഞാൻ തിരിച്ച് തിരുവല്ലയിൽ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞു, ഇറങ്ങണ്ട, വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, തിരിച്ചു ഉടനെ കോട്ടയത്തിന് വരണം എന്ന് പറഞ്ഞു. When I reached Tiruvalla, somebody called me and told me, do not step out of the car, just return back to Kottayam immediately. ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ബ്രദർ, എൻ്റെ അനിയനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. When I questioned him, he told me that my brother is in hospital. ഞാനോട് ഉച്ചയ്ക്ക് അവനോട് സംസാരിച്ചാണ്. ഞാൻ പറഞ്ഞു, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നോളും, അത് കുഴപ്പമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. I replied, well, let him come back, return from the hospital, and I will come back tomorrow and visit him. എന്നെ വളരെ നിർബന്ധിച്ചു, പെട്ടെന്ന് വരണം, അത് കാര്യങ്ങൾ കുഴപ്പത്തിലാണ്, കോട്ടയത്തിന് പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. However, the person told me, no, do not tarry, but immediately return. ഞാൻ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എൻ്റെ അനിയൻ മരിച്ചു കിടക്കുകയാണ്. When I reached Kottayam, my brother was died and I saw him dead. അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന എൻ്റെ അനിയന് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. I loved my brother so much and we were so much in friendship and we were used to discuss about music. എൻ്റെ അമ്മ അവനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അമ്മ വീൽ ചെയറിലാണ്, അമ്മ എഴുന്നേൽക്കുകയും കിടത്തുകയും എല്ലാം ചെയ്യുന്നത് എൻ്റെ അനിയനായിരുന്നു. My brother was the one who used to take care of our mother who was in a wheelchair. അവൻ മരിച്ചു പോകുന്നുള്ള കാര്യം അമ്മയോട് പറയാൻ ഞങ്ങൾക്ക് ആർക്കും ധൈര്യം ഉണ്ടായില്ല. We didn't have the courage to tell our mother that my brother had died. പക്ഷേ അവസാനം അമ്മയോട് അത് പറഞ്ഞു കേട്ടിട്ട് അമ്മ കട്ടിലിൽ കിടന്നു, പിന്നെ അമ്മ എഴുന്നേറ്റില്ല. At last, finally, we told our mother. Once she heard the news, she went down and lied down on her bed, and since then she has never stood up. ഞാൻ അമ്മയെ ആശ്വസിപ്പിച്ച് ഞാൻ താമസിക്കുന്ന തിരുവല്ല വീട്ടിലേക്ക് അമ്മയും കൊണ്ടുപോയി. I took my mother to my home in Tiruvalla. അമ്മയെ ഞാൻ എങ്ങും പോകാതെ അമ്മയുടെ അടുത്തിരുന്ന് അമ്മയെ ശുശ്രൂഷിക്കേണ്ടതായിട്ട് വന്നു. I started to take care of my mother without going anywhere. ഞാനും എൻ്റെ ഭാര്യയും കൂടെ, കാരണം ഞാൻ ഒരു ഹോം നേഴ്സിന് നോക്കാൻ മേലാത്ത സ്ഥിതിയിലായി അമ്മ. My mother was in a condition where a home nurse could not tend to her, so my wife and I took 4 മാസം എൻ്റെ കൂടെ അമ്മ താമസിച്ച അമ്മ എൻ്റെ കൂടെ ഇരുന്ന് മരിച്ചു. 4 months my mother lived with me and then she died. ഇപ്പോൾ ഞാൻ പാടിയ പാട്ട് നീ എൻ സ്വന്തം അതെഴുതിയ പീറ്റർ അച്ചായന് എന്നെ വിളിച്ച് അദ്ദേഹം മരിച്ചു. J.B. Peter, the great musician whom I talked before, he also died. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് നിങ്ങൾക്കറിയാം, സാബു ആൻ്റണി എന്ന് പറയുന്ന നല്ലൊരു കീബോർഡ് പ്ലെയറാണ് ഇവിടെ അമേരിക്കയിലുണ്ടായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കൂടെ പ്ലേ ചെയ്യുന്നു. നാട്ടിലെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിൻ്റെ കൂടെ അദ്ദേഹം ഇവിടെ വെച്ച് മരിച്ചു. A great friend of mine, Sabu Anthony, he also passed away last year. എൻ്റെ കൂടെ പ്ലേ ചെയ്യുന്ന തബല വായിച്ചിരുന്ന ഒരാൾ മദ്രാസിൽ ഇപ്പോൾ മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, ഒരു ബാബു, അദ്ദേഹം മരിക്കുകയാണ്. Another musician who plays the tabla in Madras, he is dying. എനിക്ക് എൻ്റെ ബെഡ്റൂമിൽ നിന്ന് വെളിയിലിറങ്ങാൻ പേടിയായി. I was so scared I could not step out of my bedroom. ഇനി എന്താണ് കേൾക്കാൻ പോകുന്നതെന്ന് വെച്ച് What am I going to hear again now? എന്നെ ആശ്വസിപ്പിച്ച ദൈവം എനിക്ക് നല്ല നല്ല പാട്ടുകൾ നൽകി.
മനോഹരമായ ഒരു പാട്ട് എനിക്ക് നൽകി. അത് ഞാൻ പാടുന്നില്ല. എല്ലാ നന്മയ്ക്കായി നീ ചെയ്യുമ്പോൾ എന്തിന് ഞാൻ ആകുലനായി തീർന്നിടണം ഈ ഉലകിൽ എന്ന്. God started to give me great songs, and one of those songs said, when I do everything for good, why are you worrying? പേർ ചൊല്ലി എന്നെ വിളിച്ചവൻ വേർ പിരിയുമോ നടുവഴിയിൽ. The one who has called me by my name, will he leave me alone in the highways? വാസ്തവത്തിൽ ഞാൻ വിചാരിച്ച് ജീവിതം നല്ല സ്മൂത്തായിട്ട് അങ്ങ് അവസാനം വരെ പോകുമെന്നാണ് വിചാരിച്ചത്. I was of the thought that my life will go as smooth as it is. വാസ്തവത്തിൽ ഞാൻ അനുഭവിച്ച വേദന, വിഷമം കഴിഞ്ഞ വർഷം അതെനിക്ക് ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. At one point I was even thinking, will I stay alive? Because that was the power of that pain. ഒരു പാട്ട് ക്രിസ് സാമുവൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് എഴുതി. അദ്ദേഹം ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. മലയാളത്തിൽ എഴുതി ആ പാട്ട് സന്തതമാനന്ദത്തോടെ കീർത്തനങ്ങൾ പാടുവിൻ എന്നുള്ളൊരു ഗാനം അദ്ദേഹം എഴുതി. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് ആന്ധ്രയിൽ വെച്ച് ആ ചെറുപ്പക്കാരൻ മരിക്കുവാനിടയായി. There is a young man by the name Chris Samuel who wrote a great song, good song, beautiful song. However, after 2 weeks he died in an accident in Andhra. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എൻ്റെ അനിയനെ കൊണ്ടാണ് ഞാൻ ട്യൂൺ ചെയ്യിച്ചത്. I used to tune his song with my brother. ഞാൻ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ആ ഒരു പാട്ട്, ദൈവത്തെ സ്തുതിക്കുന്ന ഇത്ര മനോഹരമായ ഒരു ഗാനം, I would like to sing that song for you. സന്തതമാനന്ദത്തോടെ കീർത്തനങ്ങൾ പാടുവിൻ, അന്തമില്ലാമോദത്തോടെ സങ്കീർത്തനമോതുവിൻ, അന്തരംഗമാകെ കവിഞ്ഞാത്മാവാൽ നിറയട്ടെ പന്ത്യ വല്ലഭാപിതാവേ തിരുനാമം വാഴട്ടെ. സന്തതമാനന്ദത്തോടെ കീർത്തനങ്ങൾ പാടുവിൻ, അന്തമില്ലാമോദത്തോടെ സങ്കീർത്തനമോതുവിൻ, അന്തരംഗമാകെ കവിഞ്ഞാത്മാവാൽ നിറയട്ടെ പന്ത്യ വല്ലഭാപിതാവേ തിരുനാമം വാഴട്ടെ. കുലത്തെ നീ സ്വന്തമായി വീണ്ടെടുക്കാൻ ശാപമര കുരിശേന്തിയാഗമായി തീർന്നതാ. പാപനര കുലത്തെ നീ സ്വന്തമായി വീണ്ടെടുക്കാൻ ശാപമര കുരിശേന്തിയാഗമായി തീർന്നതാ. പാപനരകത്തിൽ നിന്നും മാനവരെ രക്ഷിച്ചു ആപത്തൊഴിഞ്ഞവരെന്നും തിരുനാമം വാഴ്ത്തട്ടെ. സന്തതമാനന്ദത്തോടെ കീർത്തനങ്ങൾ പാടുവിൻ. വാനിലെന്നും ജീവിക്കുന്ന ജയവീരനേശുവേ, വാനമേഘാരൂഢനായി മധ്യവാനിൽ വരണേ. വാനിലെന്നും ജീവിക്കുന്ന ജയവീരനേശുവേ, വാനമേഘാരൂഢനായി മധ്യവാനിൽ വരണേ. വാഞ്ചയോടിരിക്കുന്ന കാന്തയാം സഭയോ വാനഗ്രഹം പുകൻ ആശയൊടിരിപ്പൂ.
സന്തതമാനന്ദത്തോടെ കീർത്തനങ്ങൾ പാടുവിൻ, അന്തമില്ലാമോദത്തോടെ സങ്കീർത്തനമോതുവിൻ. അന്തരംഗമാകെ കവിഞ്ഞാത്മാവാൽ നിറയട്ടെ വന്ദ്യ വല്ലഭാപിതാവേ തിരുനാമം വാഴട്ടെ. സന്തതമാനന്ദത്തോടെ കീർത്തനങ്ങൾ പാടുവിൻ, അന്തമില്ലാമോദത്തോടെ സങ്കീർത്തനമോതുവിൻ. അന്തരംഗമാകെ കവിഞ്ഞാത്മാവാൽ നിറയട്ടെ വന്ദ്യ വല്ലഭാപിതാവേ തിരുനാമം വാഴട്ടെ.